ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഞാനും എൻ്റെ വെയിറ്റ് ലോസും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡേ ബൈ ഡേ ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ടും ഇങ്ങനെ പറഞ്ഞ് വരുന്നുണ്ട്. ആ ടോപ്പിക്കിനെ പറ്റിയിട്ടെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്, അതെല്ലാം നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് ഒക്കെ എവിടം വരെ എത്തി, നിങ്ങളുടെ വെയിറ്റ് ലോസ് നിങ്ങൾ നല്ല രീതിയിലാണോ കൊണ്ടുപോകുന്നത്, അതേ എവിടെയെങ്കിലും വെച്ച് സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഡയറ്റ് ഇല്ല, വർക്കൗട്ട് ഇല്ല, പക്ഷെ നമുക്ക് വണ്ണം കുറയ്ക്കണം. എങ്ങനെ അത് പോസിബിൾ ആക്കാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഡയറ്റും വർക്കൗട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ണം കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, കുറയും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. എല്ലാത്തിലും ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഡയറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഉണ്ട്, വർക്കൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്യുന്നുണ്ടെങ്കിലോ കണ്ടീഷൻ ഉണ്ട്. റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫസ്റ്റ് ഞാൻ പറയാം, ഷുഗർ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജങ്ക് ഐറ്റം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഫോളോ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ക്ലീൻ ആയിട്ട് കഴിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കാര്യമാണ് ആദ്യം മനസ്സിൽ വെക്കേണ്ടത്. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ വണ്ണം കുറയ്ക്കാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോവേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു, ഇത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ സർട്ടൺ റൂൾസ് ഉണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ ഏത് റൂൾസ് ആണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് കഴിച്ചാലും ശരിയാണ്, ആ കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക. അതിൽ ജങ്ക് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ ബിരിയാണിയാണ് കഴിക്കുന്നതെങ്കിൽ അതിന്റെ അളവ് കുറച്ച് ചിക്കൻ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു 70 to 80% വയറ് നിറഞ്ഞു എന്ന് തോന്നുമ്പോൾ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. ചെറിയ പാത്രത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, വലിയ പാത്രത്തിൽ എടുക്കുമ്പോൾ നമുക്ക് എന്താ ഇനി നമുക്ക് പാത്രം കാണുമ്പോൾ മനസ്സിലായി ഇച്ചിരിയേ ഉള്ളൂ എന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് ഇങ്ങനെ തോന്നും. അപ്പൊ നമ്മൾ എന്താ കുറച്ചുകൂടെ ഇടും. അപ്പൊ പ്ലേറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഭക്ഷണം എന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതലാണ്. ഓക്കെ, അപ്പൊ കുഞ്ഞു പ്ലേറ്റിനകത്ത് ഭക്ഷണം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ ആ ഒരു കാര്യം ആദ്യം ചെയ്യേണ്ട ഒരു റൂളാണ്. ഓക്കെ, നെക്സ്റ്റ് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. TV നോക്കി കുറെ നേരം ഇങ്ങനെ ഇരുന്ന് കഴിക്കാതെ ചവച്ചരച്ച് നമ്മൾ സ്പീഡിന് കഴിക്കുക എന്നുള്ളതല്ല. നമ്മൾ എന്തിനാണോ വന്നിരിക്കുന്നത്, നമ്മൾ ഫുഡ് കഴിക്കാനാണ് വന്നിരിക്കുന്നത്, ഫുഡ് കഴിക്കുക, അതിന്റെ കാര്യം നോക്കി എഴുന്നേറ്റ് പോവുക എന്നുള്ളൊരു കാര്യം മാത്രം ചെയ്തിട്ട് പോവുക. അപ്പൊ സ്ലോ ആയിട്ട് ച്യൂ ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, വെള്ളം ഒരുപാട് കുടിക്കാൻ നോക്കാം കേട്ടോ. രാവിലെ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഫുഡിന് മുന്നേ ഒരു 30 അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 20 to 30 minutes മുന്നേ കുറച്ച് വെള്ളം കുടിക്കുക. അങ്ങനെ ഒരു ദിവസം മൊത്തം ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കുക. ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് അമിതമായിട്ട് വിശപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫുഡ് ഒരുപാട് കൺസ്യൂം ചെയ്യാനും തോന്നില്ല. ഇതാണ് നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പഞ്ചസാരയും ലിക്വിഡ് കാലറിയും ഒഴിവാക്കുക. പഞ്ചസാര ഒഴിവാക്കുക. ലിക്വിഡ് കാലറി എന്ന് പറയുമ്പോൾ എന്താ, സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, ഞാൻ എല്ലാ കാര്യം പറയുമ്പോഴും ഞാൻ പറയുന്നതാണ്, ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഓക്കെ, ഞാൻ 2 ദിവസം മുന്നേ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നമ്മുടെ ബോഡിയിൽ എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടാവും എന്ന്. ഫസ്റ്റിലെ ആ ഒരു കാര്യം കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, നമ്മുടെ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഉറക്കം കുറവുണ്ടെങ്കിലും വെയിറ്റ് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നും, ക്രേവിങ്സ് തോന്നും, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ 7 മണിക്കകം ഭക്ഷണം കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. മാക്സിമം 8, അതിൽ കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിച്ച് സ്റ്റോപ്പ് ചെയ്ത് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെളുപ്പാങ്കാലം 1 മണിക്കാണ് ഉറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് 2-3 മണിക്കൂർ എന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 8 മണിക്ക് ഉള്ളിൽ ഭക്ഷണം കഴിച്ച് തീർക്കുക, അല്ലെങ്കിൽ 7 മണിക്കുള്ളിൽ
7-7:30 അതിന്റെ ഉള്ളിൽ ഭക്ഷണം കഴിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫാസ്റ്റിംഗ് മീൻസ് നമ്മൾ ആ ഫാസ്റ്റിംഗിൽ ഇരിക്കുന്ന സമയത്താണ് മീൻസ് നൈറ്റിലാണ് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്ന സാധനം കുറഞ്ഞു വരുന്നത്. അപ്പൊ ആ ഒരു ടൈമിലാണ് നമ്മുടെ വയറിനകത്ത് എന്തൊക്കെ നമ്മൾ കഴിച്ചു അതൊക്കെ പുറത്ത് എന്താ ഈ ഡൈജഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ബേൺ ആകുന്ന സമയം. അപ്പൊ നമ്മൾ ഒരുപാട് ജങ്ക് കഴിച്ചതിന്റെ മേളിൽ കൂടെ തന്നെ കഴിച്ചു. ആ ഒരു സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ഡ്യൂറേഷൻ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ, ഈ ഒരു 7 മണിക്കൂറിനകത്താണ് നമ്മൾ ഈ ഫാറ്റ് ബേൺ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്യൂറേഷൻ കുറഞ്ഞാലും ഈ ഒരു ഡ്യൂറേഷൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചാലും ഈ പറയുന്ന പോലെ ഡൈജഷൻ നേരെ ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണ്, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റിൽ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് കയറുക, ഇവിടെ നിന്ന് അപ്പുറം വരെ പോകാനാണെങ്കിൽ നടന്ന് പോവുക, എന്തെങ്കിലും സാധനം എടുക്കാനാണെങ്കിൽ നടന്ന് പോയി എടുക്കുക, വേറൊരാളെ പറഞ്ഞു വിടാതെ നമ്മൾ തന്നെ നടന്നു പോവുക. ജസ്റ്റ് ബോഡിക്ക് ഒരു മൂവ്മെന്റ് കൊടുത്തിരിക്കണം. ഈ ഒരു കാര്യങ്ങൾ നമ്മളെ അറിയാതെ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു മൂവ്മെന്റ് കൊടുത്തിരിക്കണം. ഓക്കെ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇത് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എങ്കിലും ഞാൻ പ്രിഫർ ചെയ്യും. ഇപ്പൊ ഞാൻ എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. നിങ്ങൾ എടുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ മെത്തേഡ് ചൂസ് ചെയ്യുക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് 16/8 എന്നുള്ളൊരു മെത്തേഡാണ്. അതൊന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് ആ 8 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ച് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാം കേട്ടോ. അപ്പൊ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ബാലൻസ് ചെയ്ത് നമ്മുടെ വെയിറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്ത് തരും നിങ്ങൾക്ക്. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ഒരു സ്ഥലത്ത് ചടഞ്ഞുകൂടി തന്നെ ഇരിക്കാതെ ആക്റ്റീവായിട്ട് 1-1.5 ഗ്ലാസ് വെള്ളം, ജീരക വെള്ളമോ ജിഞ്ചർ വെള്ളമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിച്ച് കുറച്ച് നേരം വെയിലൊക്കെ ഒന്ന് സൺലൈറ്റ് ഇട്ട് 10-15 മിനിറ്റ് ഒക്കെ ഒന്ന് സൺലൈറ്റ് ഒക്കെ കൊണ്ടിട്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡേ മൊത്തം ഒരു ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യുകയും പിന്നെ നമുക്ക് കുറച്ച് മെറ്റാബോളിസം ഒക്കെ ഇൻക്രീസ് ആയ പോലെ ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ മോർണിംഗ് എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തെ മൊത്തവും ഡേയും നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പൊ മോർണിംഗിന്റെ കാര്യം നിങ്ങളൊന്ന് കൺസേണിൽ എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞു നൈറ്റിലാണ് നമ്മുടെ വെയിറ്റ് ലോസ് നടക്കുന്നത്. ആ ഒരു സമയത്ത് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക, റെസ്റ്റ് എടുക്കുക. ബോഡി റെസ്റ്റ് എടുക്കുമ്പോൾ ബോഡിക്കകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു 50% കാര്യങ്ങളും ചെയ്ത് കൊടുക്കുമ്പോൾ പോട്ടെ, നമ്മളൊരു 80% കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 20% നമ്മുടെ ശരീരം നമ്മൾക്ക് റിസൾട്ട് തന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഒരു 50-50 നമ്മളൊരു കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചു, കറക്റ്റ് രീതിയിൽ ഫുഡ് കഴിച്ചു, നമ്മൾ കിടന്നുറങ്ങി, ബാക്കി ടൈം നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം നമ്മൾ കഴിച്ചതിനെ ഹെൽത്തി ആയിട്ടുള്ളതിനെ എനർജി ആയിട്ട് എടുത്ത് ഫാറ്റ് എല്ലാം നമുക്ക് കുറച്ച് പിറ്റേ ദിവസം നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കുറഞ്ഞതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അതല്ലാതെ നൈറ്റിൽ നമുക്കിങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്ത് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറയുന്ന വെയിറ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് കൂടിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഡിന്നർ എപ്പോഴും ലൈറ്റ് ആക്കുക. ഓക്കെ, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു, ഈവനിങ് എന്തെങ്കിലും ഒരു സ്നാക്ക് എടുത്തു. ഡിന്നർ എപ്പോഴും ലൈറ്റ് ആക്കുക. ചോറ് എടുക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പോർഷൻ ചോറും കുറച്ച് പ്രോട്ടീനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുക. ഒരുപാട് കാർബ്സ് എടുക്കാൻ പാടില്ല. ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. വെജീസ് ആഡ് ചെയ്യുക, പ്രോട്ടീനൊക്കെ ആഡ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഇത്രയും ഫുഡിന് പകരം ഇത്രയും ഫുഡ് എടുത്തിട്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മാത്രം മതി. വയറ് ഫുള്ളാക്കേണ്ട കാര്യമില്ല ഡിന്നർ ടൈമിൽ. ഓക്കെ, നമ്മൾ എപ്പോഴും വയറ് ഒരു പോർഷൻ ഒഴിച്ചിട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഡൈജഷൻ ഒക്കെ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്ന കാര്യം. ഓക്കെ, നമ്മൾ പൊതുവെ എല്ലാവരും കുറെ അച്ചാറ് കഴിക്കും, കുറെ ചിപ്സ് കഴിക്കും, സോൾട്ടി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നവരാണ്. ഉപ്പ് കുറെ കുറച്ചാൽ തന്നെ 3 to 5 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് നമുക്ക് വിസിബിളി കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. ഉപ്പ് കംപ്ലീറ്റ്ലി കുറയ്ക്കാനല്ല, അളവ് ഒന്ന് കുറയ്ക്കുക കേട്ടോ. നമുക്ക് ചില ഭക്ഷണങ്ങൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഓവറായിട്ട് ഉപ്പുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യും, അത് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ അത് എഫക്റ്റ് ആവുന്നത്. അപ്പോൾ ഉപ്പൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. ഓക്കെ,
പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിലും വെയിറ്റ് സ്റ്റക്കാവും. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഒരു കാര്യമാണ്. അത് കാര്യമാക്കേണ്ട കാര്യമില്ല. സിവിയർ ആണ് കണ്ടീഷൻ, കുറേ നാൾ കൊണ്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ബ്ലോട്ടിങ് മാറ്റേണ്ട കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ട് ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ബെല്ലി ഫാറ്റ് കൂടുന്ന ചില മിസ്റ്റേക്ക് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ നോക്കി ഭക്ഷണം കഴിക്കും. അപ്പൊ നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ബുക്ക് വായിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കും. അപ്പോഴൊക്കെ നമ്മൾ എന്തോരം ഫുഡാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അതങ്ങ് അവോയ്ഡ് ചെയ്യുക. പിന്നെ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇരുന്ന് സമാധാനത്തിൽ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നൈറ്റ് ക്രേവിങ്സ് തോന്നും, അല്ലെങ്കിൽ ഓവർ ഈറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം തോന്നും. അതും അങ്ങ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെല്ലി ഫാറ്റ് നമുക്ക് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചായയും കോഫിയും കുടിക്കുന്നവരാണെങ്കിൽ ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് കുടിക്കാൻ നോക്കുക. 5, 6, 7 കപ്പ് കുടിക്കുന്നതിന് പകരം 1, 2 കപ്പായിട്ട് ചുരുക്കുക. മാക്സിമം 1 കപ്പായിട്ട് ചുരുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇപ്പോ ഞാൻ അല്ലാതെ ഒരു ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, വീക്ക്ലി വൺസ് റെസ്റ്റ് കൊടുക്കുക. നമ്മുടെ വെയിറ്റ് കുറയിൽ സ്പീഡപ്പ് ആവും കേട്ടോ. അപ്പോൾ കുറേ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഹാബിറ്റ് മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് ലോസ് കുറയും. ഇനി ഞാൻ പറയുന്നത്, ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അവർ ഡയറ്റ് എടുത്ത് അവർ വർക്കൗട്ട് ചെയ്ത് അവർ വെയിറ്റ് കുറച്ച് നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ടൈം ആകുമ്പോൾ ഇതുപോലെ ചെയ്യാം. വെയിറ്റ് മെയിൻറ്റെയിൻ എങ്ങനെ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഇടാം. ഇതല്ല വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, അത് വേറൊരു കാര്യമാണ്. ഇത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മളൊരു വെയിറ്റ് നമ്മളെ ടാർഗറ്റ് വെയിറ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്, നമുക്ക് വേറെ ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒന്നും ചെയ്യാനും സമയമില്ല എന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഫോളോ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിരിക്കും. 1 മാസം കൊണ്ട് 1 കിലോയോ 2 കിലോയൊക്കെ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ കുറയ്ക്കാനും പറ്റുള്ളൂ. പക്ഷെ ഞാൻ അവിടെയും കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ജങ്ക് ഒന്നും പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹെൽത്തി ആയിട്ട് കഴിക്കുക. അതിനൊരു ഡയറ്റ് എന്നല്ല പറയുന്നത്, ഹെൽത്തി ആയിട്ട് കഴിക്കുക. ലൈഫ് സ്റ്റൈൽ ആ ഒരു രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറ്റും വേണ്ട, വർക്കൗട്ടും വേണ്ട, നിങ്ങളുടെ വെയിറ്റ് കുറയുകയും ചെയ്യും. പക്ഷെ വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഒരു മെത്തേഡ് അല്ല ശരിക്കും ഫോളോ ചെയ്യേണ്ടത്. ആ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും ഇടുന്നുണ്ട്. അതാണ് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് ഒട്ടും സമയം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അവർ ജസ്റ്റ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിന്റെ മെത്തേഡെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയും. ഞാനിപ്പോൾ വെയിറ്റ് ലോസിലാണ്. എനിക്ക് വർക്കൗട്ട് എന്ന് പറയുന്നത് ഞാനൊരു 1% പോലും ചെയ്യുന്നില്ല. ഇതിൽ എൻ്റെ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, ഞാൻ നടക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ ബോഡിക്ക് ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് വെയിറ്റ് ഇത്രയും കുറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓവർ വെയിറ്റ് ആയവർക്ക് ഞാനിത് പറഞ്ഞു തരില്ല. ഓവർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക തന്നെ ചെയ്യണം. അവിടെ നമ്മൾ 100% നമ്മളെ കഷ്ടപ്പാടും ഹാർഡ് വർക്കും ഇട്ടാൽ മാത്രമേ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ ബൈ.